ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് എല്ലാം തന്നെയും. അതിൽ ആദ്യമായിട്ട് UAE-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇസ്രയേലിലുള്ള ഒരു ജൂവിഷ് റബായ് എന്ന് പറഞ്ഞാൽ ഒരു റിലീജിയസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പുരോഹിതൻ, അതേസമയം പുള്ളി IDF-ൽ വർക്ക് ചെയ്തിരുന്ന ഒരു എക്സ് എംപ്ലോയി കൂടിയാണ്. പുള്ളി ഒരു അമേരിക്കൻ യുവതിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ നാളുകൊണ്ടേ UAE-യിൽ ഒരു ഗ്രോസറി ഷോപ്പ്, ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇസ്രയേലിലേക്ക് പോവുകയും UAE-യിലേക്ക് വരികയും ഉള്ള രീതിയിലുള്ള ഒരു ട്രാവലിങ്ങിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 12-ാം തീയതി മുതൽ, അതായത് നവംബർ 12 വൈകുന്നേരം മുതൽ ആൾ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇതിൽ ഡൗട്ട് രേഖപ്പെടുത്തുന്നത്, ഇത് മിസ്സിംഗ് ആയത് ഇനിയിപ്പം ഇറാന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ, ഇറാന്റെ ഇടപെടൽ ഇതിനുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ഇന്റലിജൻസ്, UAE-യുടെ ഇന്റലിജൻസും മൊസാദും കൂടെ ചേർന്നിട്ട് നല്ല രീതിയിലുള്ള ഒരു തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഇത് ലീക്ക് ആയിട്ടുണ്ട് ഈ വാർത്ത. ഇത് ഒരു റിലീജിയസ് മതപരമായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇത് ഫാർ റൈറ്റ് വിങ്ങിനെ കൂടുതൽ അപ്സെറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് അതിപ്പം മറച്ചു വെക്കാൻ പറ്റാതെ അത് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ വാർത്ത. ഇറാന്റെ അനധികൃതമായിട്ടുള്ള പ്രവർത്തികൾ UAE-യിൽ കൂടുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. കാരണം ഇതിനു മുമ്പ് ഒരു ജർമ്മൻ പൗരനെ ഇതേപോലെ ഇന്റലിജൻസിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി ഇറാനിൽ ചെന്ന് തൂക്കിക്കൊന്നു. ആ ഒരു വിഷയം ഓൾറെഡി വലിയ ചർച്ചയായിട്ട് ജർമ്മനിക്കും ഇറാനുമെതിരെ നല്ല രീതിയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് ക്ലാഷ് തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് നിലനിൽക്കെ തന്നെയാണ് അടുത്തൊരു വിഷയം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഒരു പക്ഷേ ഇറാന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിനെ ചൊല്ലി UAE ഇറാൻ ബന്ധം വഷളാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ കാണുന്ന ഫൂട്ടേജ് ശരിക്കും പറഞ്ഞാൽ കാനഡയിലാണ്. കാനഡയിൽ പ്രോ ഹമാസ് റാലികൾ അതിതകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട തീവ്രവാദ സംഘടനയിലുള്ള ആൾക്കാരെല്ലാം കാനഡയിലാണ് അവർ സെറ്റിലായിരിക്കുന്നത്. കാനഡയിൽ ശരിക്കും പറഞ്ഞാൽ അവര് ഈ പ്രോ പാലസ്തീനികളെ അനുകൂലിച്ച്, ഗാസയിൽ അനുകൂലിച്ച് റാലിയൊക്കെ നടത്തുന്നതിന് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളുടെ എപ്പോഴും റൂൾ ഓഫ് ലോയും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഇതിലൊക്കെ ഭയങ്കരമായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ട്രൂഡോയ്ക്ക് അവിടെ എന്ത് നടന്നാലും ഒരു വിഷയമില്ല എന്നൊരു രീതിയിലാണ് പെരുമാറ്റവും ട്രൂഡോയുടെ നിലപാടും എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പുറത്ത് പ്രൊജക്ട് ചെയ്യുന്നത്. വേറൊരു വശമുണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന വയലൻസ് ആണ്. ഈ വയലൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഷോപ്പുകൾ അടിച്ചു പൊട്ടിക്കുന്നു, തകർക്കുന്നു, ചില്ലുകൾ പൊളിക്കുന്നു, ആ രീതിയിലുള്ള അട്രോസിറ്റീസ് ആണ് അവിടെ നടക്കുന്നത്. ഇത് അവിടുത്തെ പൊതുജനങ്ങൾ, അവിടുത്തെ ആക്ച്വൽ കനേഡിയൻ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർ ഇതിൽ നല്ല രീതിയിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ഖാലിസ്ഥാനികൾക്കായാലും പ്രോ ഹമാസ് ആയാലും പ്രോ പാലസ്തീനി ആയാലും എല്ലാത്തിനും ഇതേ ഒരു അവസ്ഥ തന്നെയാണ് അവിടെ കണ്ടുവരുന്നത്. ഇത് കാനഡ ശരിക്കും പറഞ്ഞാൽ ഇത് കാനഡയുടെ ഒരു ലൈഫ് സ്റ്റൈലിന് ഒട്ടും അനുയോജ്യമായ ഒരു പ്രവൃത്തിയല്ല എന്നുള്ളതാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ഹമാസ് വളരെ പെട്ടെന്ന് ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. ബന്ദിയായിട്ട് പിടിച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഒരു ലേഡി മരണപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളാണ് ഹമാസിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത്. ഇതിനെ ചൊല്ലി IDF-ന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നോ ഒഫീഷ്യലി ഒരു കൺഫർമേഷൻസും വന്നിട്ടില്ല. ഓൾറെഡി തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഈ ഒരു ഹോസ്റ്റേജസിന്റെ ഫാമിലി, ഈ ബന്ദികളുടെ ഫാമിലി, അതായത് ഈ ഒരു പൊളിറ്റിക്കൽ മോട്ടിവേഷൻ ഉണ്ട്, ഈ ഒരു വാർ നീട്ടിക്കൊണ്ട് പോയിട്ട് ഈ ഒരു ബന്ദികളെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വാർ ഒരു പക്ഷേ അവസാനിപ്പിക്കേണ്ട അവസ്ഥ എത്തുമല്ലോ. അപ്പൊ അതിനുവേണ്ടി പൊളിറ്റിക്കൽ മോട്ടിവേഷനും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കോർട്ടിലേക്ക് കിടക്കുന്ന കേസിന്റെ ഹിയറിങ്ങിന് പോകുന്ന പരിപാടികൾ അതൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ ചൊല്ലി ഒരു രീതിയിൽ ഇത് നീട്ടിക്കൊണ്ട് പോകുന്നോ എന്നുള്ള രീതിയിലുള്ള സംശയവും അതിനെ ചൊല്ലിയുള്ള പ്രൊട്ടസ്റ്റ് പ്രകടനങ്ങളും എല്ലാം അവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അത്, ഈ ഒരു ബന്ദികളുടെ ഫാമിലി മെമ്പേഴ്സ് അതിൽ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇപ്പം ഈ ഹമാസ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഹമാസിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള അബു ഒബൈദാണ് ഈ ഒരു വാർത്ത ശനിയാഴ്ച വൈകുന്നേരം റിലീസ് ചെയ്തത്. ഇത് തികച്ചും ഇസ്രായേൽ ഇപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ലേഡീസാണ് ഉണ്ടായിരുന്നത്. ഒരു ലേഡി മരണപ്പെട്ടെന്നും ഒരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഏത് രീതിയിലാണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് ഇന്ന് പുറത്ത് അറിയാൻ പറ്റും എന്നുള്ളതാണ്. തൽക്കാലം ഇതിനെ ഇസ്രായേലിന്റെ ഒരു പൊളിറ്റിക്കൽ വിങ് പറഞ്ഞു നിൽക്കുന്നത്, അവിടുത്തെ റൂളിംഗ് പാർട്ടി ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് ഹമാസിന്റെ ഒരു സൈക്കോളജിക്കൽ ടാക്ടിക്സ് ആണ്. ഇനിയിപ്പോ അവർ ഒരു ബന്ദിയെ വധിച്ചെങ്കിലും സമ്മർദ്ദം സർക്കാരിന്റെ മേലിൽ ഇടാം, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ കുറച്ചുകൂടെ പ്രൊട്ടസ്റ്റ്, അതിന്റെ ഒരു ആക്കം കൂട്ടാം എന്നുള്ള രീതിയിലുള്ള ചില സൈക്കോളജിക്കൽ തന്ത്രങ്ങളാണ് ഹമാസ് ഇപ്പം മുന്നെടുക്കുന്നതെന്നുള്ള രീതിയിലാണ് ഗവൺമെന്റ് ഇതിനെ പറഞ്ഞ് ഗണ്ണിച്ചിരിക്കുന്നത്. ഈ ഒരു ബന്ദി കൊല്ലപ്പെട്ടു എങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഒരു പ്രൊട്ടസ്റ്റ് വീണ്ടും ആളിക്കത്താൻ സഹായിക്കും എന്നുള്ളതാണ് വസ്തുത. കാണുന്ന പിക്ചറാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷന് ഇറാഖിന്റെ ഭാഗത്തു നിന്ന് ഒരു കത്ത് പോയിട്ടുണ്ട്. അതായത് ഇസ്രായേലിന്റെ ഈ ഒരു
അഗ്രസീവ് ആയിട്ടുള്ള വാർ മെത്തേഡ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എഴുത്ത് ഇവർ എഴുതിയിട്ടുണ്ട്. ഇവർ ചുറ്റാകെയുള്ള പുതിയ പുതിയ സംഘടനകൾക്കൊക്കെ കത്തെഴുതുകയാണ്. നമ്മളൊക്കെ തന്നെ പുതിയതായിട്ട് അറിയുകയാണ് ഇങ്ങനത്തെ സംഘടനകളൊക്കെ. ഇവർ കത്തെഴുതുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടെന്നുള്ളത്. കാരണം ഇവർ ഒരു ആക്ടിവിറ്റിയും ഒന്നും ഇല്ലാതെ വെറുതെ കിടക്കുന്ന സംഘടനകൾക്കൊക്കെയാണ് ഇവർ കത്തെഴുതുന്നത്. അതായത് ഗ്ലോബലി ഒരു ഫോക്കസ് ചെയ്ത് ഒരു റെക്കോർഡിക്കലി ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ടാക്കുകയാണ് ഇവർ. അതായത് ഡോക്യുമെന്റ് ഇവർ രേഖപ്പെടുത്തുകയാണ്. അതായത് ഇവിടെയൊക്കെ എതിർപ്പുകൾ എവിടെ ഈ ഒരു സംഘടനകളിൽ നിന്നൊക്കെ വരണം എന്നുള്ള രീതിയിൽ ജോയിന്റ് ആയിട്ടുള്ള ഫോറംസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കത്തെഴുതി, പോപ്പിന് ഒരു കത്തെഴുതിയായിരുന്നു. അതേപോലെ ഇങ്ങനെ പല പല രീതിയിലുള്ള കത്തുകൾ പല സംഘടനകൾ, ഇന്റർനാഷണൽ കോർട്ട് അതൊരു രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ പല സംഘടനകളെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെല്ലാം മറുപടിയായിട്ട് ഒരു മാസത്തിനകത്ത് ഈ USA ഭാഗത്ത് ഈ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് വരുന്നതോടുകൂടി ഇതെല്ലാം അവസാനിപ്പിക്കുന്നതാണ്. ഇന്നലെ ശനിയാഴ്ച രാത്രി ഫുൾ ആയിട്ടുള്ള ടാർഗറ്റ് സദൻ ഭാഗത്തുള്ള സൗത്ത് ബെയ്റൂത്ത് ആണ് ടാർഗറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ ഹെസ്ബുള്ളയുടെ കമാൻഡോ ഓഫീസുകളാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്നതായിട്ട് IDF റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ ഈ ഒരു ശനിയാഴ്ച രാത്രി മൊത്തം ഈ ഹെസ്ബുള്ളയുടെ അറ്റാക്ക് ശനിയാഴ്ച രാത്രി മൊത്തം നടക്കാൻ പോകുന്നത് ബെയ്റൂത്തിലെ സൗത്ത് ബെയ്റൂത്ത് കേന്ദ്രീകരിച്ചായിരിക്കും അറ്റാക്ക് നടക്കുന്നത്. അവിടെ ഹെസ്ബുള്ളയുടെ കമാൻഡോ ഓഫീസുകളാണ് മെയിൻ ടാർഗറ്റ്. ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് തലാൽ ഹമിയ. ഈ തലാൽ ഹമിയ എന്ന് പറഞ്ഞ ഒരു വ്യക്തി പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഇയാൾ ഒരു ഭീകരനായ ടെററിസ്റ്റ് ആണ്. ഇത് ഹെസ്ബുള്ളയുടെ ലെബനാൻ വിങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇയാളെ ദ ഗോസ്റ്റ് എന്നാണ് ഇയാളെ പൊതുവെ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത് ടീമിനുള്ളിൽ തന്നെ. അത്ര ഭീകരനാണ്. ഭീകരൻ എന്ന് പറഞ്ഞാൽ കടുത്ത തീവ്രവാദി. അടുത്ത മൊസാദിന്റെ ടാർഗറ്റ് ലിസ്റ്റിലുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. ഈ വ്യക്തിയുടെ തലയ്ക്കും $7 മില്യൺ ഈ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇവനെ കണ്ടു കിട്ടുന്ന ആൾക്കാർക്ക് $7 മില്യൺ കൊടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഇപ്പൊ പ്രഖ്യാപിച്ചതല്ല, ഇത് 1982 പ്രഖ്യാപിച്ചതാണ്. 1982 മുതലേ ഈ വ്യക്തി വാണ്ടഡ് ആണ്. US $7 മില്യൺ തലയ്ക്ക് വിലയിടാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇയാൾ 1982 മെറൈൻ അറ്റാക്ക്, US മെറൈൻ വിഭാഗത്തിനെ അറ്റാക്ക് ചെയ്ത വ്യക്തിയാണ്. അതുകൂടാതെ ഫ്രഞ്ച് ഫോഴ്സിനെ, അന്നത്തെ ബെയ്റൂത്തിൽ ഉണ്ടായിരുന്ന ഫ്രഞ്ച് ഫോഴ്സിനെ ഇയാൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. മൊസാദിന്റെ അടുത്ത ടാർഗറ്റ് ലിസ്റ്റിലുള്ള വ്യക്തിയാണ് ഈ വ്യക്തി. ഇയാൾ ലെബനാനിൽ തന്നെ ഉണ്ടെന്നാണ് ബലമായ വിലയിരുത്തൽ. വരും ദിവസങ്ങളിൽ തന്നെ ഇത് എലിമിനേറ്റഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു ഫോട്ടോയുടെ മേളിൽ. പാലസ്തീനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇസ്രായേൽ പാലസ്തീനെ, ഈ അറബ് ജൂവിഷ് ഈ ഒരു കൺഫ്രണ്ടേഷൻ അല്ലെങ്കിൽ ഒരു വാറ് ശരിക്കും കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പാലസ്തീൻ എന്നുള്ള ഒരു പേര് തന്നെ അവിടെ റെക്കോർഡിക്കലി വരുന്നതെന്ന് പറഞ്ഞാൽ 1928 മുതൽ 1948 വരെയാണ് കൃത്യമായിട്ട് റെക്കോർഡിക്കലി ഇത് ഒരു പേര് വരുന്നത്. ഒരു കൊളോണിയൽ സ്റ്റേറ്റ് ആയിട്ടാണ് ഇത് മനസ്സിലാക്കപ്പെടുന്നത്. ഇത് 1922 ഇത് ജനിക്കുന്നു, 1948 ഇത് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കപ്പെടേണ്ടത്, ഇപ്പം പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ ഉന്നയിക്കുകയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വാറിന്റെ റെസൊല്യൂഷൻ ആയിട്ട് പല സ്ഥലത്തും ഉന്നയിക്കപ്പെടുന്ന ഒരു ആശയം, അത് പ്രോ ഹമാസ് അഥവാ പ്രോ പാലസ്തീനിയൻ ഭാഗത്ത് നിന്ന് ഈ അറബുകളുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന, അറബുകളുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് അവകാശം പറയുന്ന ആൾക്കാരെല്ലാം മുൻമൊഴിയുന്ന ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1967 ബോർഡറിലേക്ക് ഇസ്രായേൽ പിന്മാറണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇസ്രായേലിന് അവിടെ ഒരു ചോദ്യം ഉദിക്കുന്നുണ്ട്. ആ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, 1967 ബോർഡർ നിയമപ്രകാരം ഇസ്രായേൽ പിന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനായിരുന്നു 1967 വാർ? 1967 ഇത് ബോർഡർ നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ 1967 വാർ ഉണ്ടാക്കിയത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിനൊരു തീരുമാനമില്ല. താൽക്കാലികമായിട്ട് ഈ ഒരു 67 പറഞ്ഞു നിൽക്കാം എന്നുള്ള നിലയിൽ ടെമ്പററി ആയിട്ട് ഇവർ ഉന്നയിക്കുന്നതാണ് ഈ 1967 പുറകോട്ട് പോവുക എന്നുള്ളത്. അതൊരിക്കലും ഇസ്രായേൽ സമ്മതിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതിന് ഇസ്രായേൽ കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, ഇന്ന് 1967 ഭാഗത്ത്, ഇന്ന് 1967 ഞങ്ങൾ അംഗീകരിച്ചാൽ അടുത്ത് ഇതേപോലെ ഒരു അറ്റാക്ക് വന്നിട്ട് 48 പോകും എന്ന് പറയും. അപ്പൊ വീണ്ടും പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അതാണ് ഒരു ചോദ്യം ഇവിടെ. അത് കൂടാതെ ഇസ്രായേൽ 1948 മുതൽ എന്താണ് ഇവിടെ ഒരു അച്ചീവ്മെന്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അച്ചീവ്മെന്റ് ചെയ്തിട്ടുണ്ട്. ആ അച്ചീവ്മെന്റ് ആണ് 1948 ശേഷം ജൂവിഷ് റെഫ്യൂജീസ് ഇല്ല, ലോകത്ത് വേറെ എവിടെയും ഇല്ല എന്നുള്ളതാണ്. അതിന് മുമ്പ് വരെ റെഫ്യൂജി ഉണ്ടായിരുന്നു. അപ്പൊ 1948 ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്ഹുഡ് ഫോം ചെയ്ത ഉടനെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലി റെഫ്യൂജീസ്, ഇസ്രായേലി അഭയാർത്ഥികൾ അഥവാ ജൂവിഷ് അഭയാർത്ഥികൾ 1948 ശേഷം ഇല്ല എന്നുള്ളതാണ്. 0 അഭയാർത്ഥികളാണ്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കപ്പെടേണ്ട കാര്യം. 1948 ശേഷം അതിനു മുമ്പും അറബ് റെഫ്യൂജീസ് കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്നുള്ളത് അറബ് കമ്മ്യൂണിറ്റീസിലാണ് അത് പരിശോധിക്കേണ്ടതാണ് ഉന്നയിക്കുന്ന വാദം. ഇത് വളരെ കൃത്യമായിട്ടുള്ള, വളരെ വൈസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് അത്തരം ഉൾക്കാഴ്ചയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. 1948, 1967 ഇതുപോലുള്ള കാലഘട്ടങ്ങളിൽ ഉടനീളം വന്നിട്ടുള്ള
ആ ഒരു വാറിലൊക്കെ ഏതാണ്ട് 7 മില്യണോളം ആൾക്കാർ അറബ്സ് റെഫ്യൂജീസ് ആയിട്ട് പല രാജ്യങ്ങളിലും പോയി ചേക്കേറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും റെഫ്യൂജീസ് ആയിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നതും എന്നാണ് വസ്തുത. ഇസ്രയേൽ കൊണ്ട് മാത്രമാണോ അറബ് റെഫ്യൂജികൾ ഉണ്ടാകുന്നത്? എന്നാൽ ഇറാഖിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എങ്ങനെയാണ്? സിറിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എങ്ങനെയാണ്? അപ്പൊ ഇതുപോലെ ഒരുപാട് മേഖലകളിൽ ഈ ഒരു അറബ് റെഫ്യൂജികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഓരോ അറബ് കൺട്രീസിന്റെ ഉള്ളിലും നടക്കുന്ന ഈ ഒരു വിഭാഗീയതയെ ചൊല്ലിയുള്ള തർക്കങ്ങളിലാണ് ഈ റെഫ്യൂജികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത് പ്രധാനമായിട്ടും ഷിയ സുന്നി ഇഷ്യൂലാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ന് അഭയാർത്ഥികൾ ലോകമെമ്പാടും കൂടുതൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇസ്രയേൽ അല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വരുന്നത്. വെനിസുവേലയുമായിട്ട് 2 ദിവസത്തിന് മുമ്പ് ഇറാന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വെനിസുവേലയുടെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് അമേരിക്കക്കെതിരെയാണ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നോർത്ത് അമേരിക്കൻ കൺട്രിയുടെ കാര്യങ്ങളിൽ, നോർത്ത് അമേരിക്കൻ കൺട്രീസിന്റെ കാര്യങ്ങളിൽ കൂടുതൽ അമേരിക്കയുടെ ഇന്റർഫെറൻസ് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പൊതുവിൽ അതായത് ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ്. അതായത് ഇപ്പൊ കുറച്ചു കാലം കൊണ്ടേ വെനിസുലയുടെ ഭാഗത്ത് കൂടുതൽ അമേരിക്ക അങ്ങനെ പ്രഷർ ഒന്നും ഇടുന്നില്ല, അവരെ സബ്ജക്റ്റിൽ തന്നെ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ഓയിൽ വിൽക്കാനുള്ള സാങ്ഷൻ അവരുടെ മുകളിൽ പണ്ടുതൊട്ടേ ഉണ്ട്. അത് വേറൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. അപ്പൊ ഇപ്പം ഇവരെ കൂട്ടുപിടിച്ച്, അതായത് ഇറാനെ കൂട്ടുപിടിച്ച് ഇപ്പൊ വെനിസുല അകത്ത് വന്ന് വെറുതെ അങ്ങ് വീഴുകയാണ്. ഒരു പരിധി വരെ അവരുടെ ഓയിലൊക്കെ വിൽക്കാനുള്ള ചെറിയൊരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യ വെനിസുലയ്ക്ക് വേണ്ടി ഒരുപാട് റെക്കമെൻഡേഷൻ ഒക്കെ ചെയ്ത് വെനിസുല ഓയിലൊക്കെ മേടിക്കാനുള്ള ഒരു മാർഗമൊക്കെ ഇന്ത്യ കൂടുതൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ ഒരു ഇടപാടും കൊണ്ട് പുള്ളി വരുന്നത്. പാകിസ്ഥാനിൽ ഒരു ഷിയ പിൽഗ്രിമേജ്, ഒരു ഷിയ പുണ്യസ്ഥലം, ആ സ്ഥലത്ത് നടന്നുകൊണ്ടിരുന്ന ഒരു റാലിയിൽ ഒരു ഗൺമാൻ, ഒരു ഓപ്പൺ ആയിട്ട് ഒരാൾ വന്നിട്ട് ഗണ്ണെടുത്ത് നല്ല രീതിയിൽ എല്ലാരെയും ഫയർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഏതാണ്ട് 42 പേരോളം അവിടെ കൊല്ലപ്പെട്ടു. ഈ ദാരുണ സംഭവം ഉണ്ടായി. അതിൽ കുട്ടികൾ, സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് പേര് അതിനകത്ത് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത. ഇത് ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ച മുതൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല വെള്ളിയാഴ്ചകളിലും ഈ ഒരു പിൽഗ്രിമേജുകളിലും പല മോസ്കുകളിലും നടക്കുന്ന അറ്റാക്ക് ഇങ്ങനെയാണ്. ഷിയ മോസ്കുകളിലൊക്കെ അറ്റാക്ക് നടക്കാറുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ നടന്നതിന് പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ഷിയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ തന്നെ ഇതിനെ നല്ല രീതിയിൽ അതിനെതിരെ പ്രൊട്ടസ്റ്റ് അവർ നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതേസമയം ഇതിനെ ഗണ്ണിച്ച് അവർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഷിയ സുന്നി ഇഷ്യൂ അല്ല എന്നുള്ള നിലയിലാണ് അവർ മാറ്റി തീർക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നാണ്. കാരണം ഷിയ വിഭാഗമായിട്ടുള്ള ഒരു ഇറാൻ സാധാരണ ഇങ്ങനെ ഒരു ഷിയ മോസ്കിൽ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ അതിനെ ഗണ്ണിക്കേണ്ടതാണ്. അതിന് പകരം അതിനെ അവർ ടോട്ടലി ഒരു ഷിയ സുന്നി ഇഷ്യൂ അല്ല എന്നുള്ള നിലയിലാണ് മാറ്റി തീർത്തിരിക്കുന്നത്. ഇതിലൂടെ അവരുടെ ഹിപ്പോക്രസിയാണ് വെളിയിൽ വരുന്നത്. ഇസ്രായേലുമായിട്ട് ഇങ്ങനെ ഒരു യുദ്ധം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഷിയ സുന്നി ഇഷ്യൂവിനെ എടുത്തുകൊണ്ട് വന്ന് സൗദി അതേപോലുള്ള രാജ്യങ്ങളെ വെറുപ്പിക്കേണ്ട, അതേപോലെ പാകിസ്ഥാനെയും വെറുപ്പിക്കേണ്ട എന്നുള്ള നിലയിൽ ഇസ്ലാമിക രാജ്യങ്ങൾക്കുള്ളിൽ ഒരു ചേരിതിരിവ് ഉണ്ടാക്കണ്ട എന്നുള്ള നിലയിലാണ് ഈ ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് എടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ സ്റ്റാൻഡൊക്കെ നല്ലതാണ്, വളരെ ഡിപ്ലോമാറ്റിക് ആണ്. പക്ഷേ നിങ്ങളുടെ ട്രഡീഷൻ എന്താണ്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്, ആ ഒരു കൾച്ചറൽ ഒത്തന്റിസിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നിസ്സഹായ അവസ്ഥ, ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. കാരണം ഷിയ മോസ്ക് ആക്രമിക്കപ്പെട്ടു, എന്നാൽ അവർക്ക് അതിനെ ഗണ്ണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇറാന്റെ ഒരു നിസ്സഹായ അവസ്ഥ. അതിലൂടെ അവരുടെ ഹിപ്പോക്രസിയാണ് പുറത്ത് വരുന്നത്. അമേരിക്കയിൽ ട്രംപ് അതായത് അപ്കമിങ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽ സെബാസ്റ്റ്യൻ ഗോർക്ക, ഈ സെബാസ്റ്റ്യൻ ഗോർക്ക എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി വിങ്ങിൽ 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി ഫാർ റൈറ്റ് വിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുമാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിയെ ആന്റി ടെററിസം സ്ക്വാഡിൽ ചീഫ് ഉദ്യോഗസ്ഥനായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ശരിക്കും എഫക്റ്റീവായിട്ട് ആന്റി ടെററിസം നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഓഫീസറെ അവിടെ നിയമിച്ചിരിക്കുന്നത് ഈ ടെററിസം പ്രോത്സാഹിപ്പിക്കുന്ന ഈ പ്രോക്സികളെ വെച്ച് ഇങ്ങനെ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാൻ, തുർക്കി, യമൻ, ഖത്താർ, ഈ രാജ്യങ്ങൾക്കൊക്കെ ഒരു ഭീഷണി തന്നെ ആയിരിക്കുമെന്നാണ് പൊതുവിൽ വിലയിരുത്തൽ. ഈ വീഡിയോയിൽ പൊതുവെ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഈ റെഫ്യൂജികളെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് നെതർലാൻഡ്, ജർമ്മനി, കാനഡ, UK. ഈ 4 രാജ്യങ്ങളും ശരിക്കും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ റെഫ്യൂജികളായിട്ട് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കയറിപ്പോയ ഈ ഒരു അറബ് കമ്മ്യൂണിറ്റി മൂലം. ഇനി വരും ദിവസങ്ങളിൽ വെസ്റ്റേൺ കൺട്രീസിൽ, അതായത് ഈ ഒരു ഇസ്രയേൽ ഗാസ, ഇസ്രയേൽ ലെബനാൻ, ഈ ഒരു മിഡിൽ ഈസ്റ്റ് വാർ അവസാനിക്കാത്തിടത്തോളം കാലം ഈ യൂറോപ്യൻ മേഖലയിലുള്ള ഈ റെഫ്യൂജികളായിട്ട് കയറിപ്പോയ ഈ ഒരു മുസ്ലിംസ്, പിന്നെ അവർ ലീഗലി അവിടെ തന്നെ സിറ്റിസൺസ് ആയിട്ട് മാറിയ, ഇതിനു മുമ്പ് ഈ റെഫ്യൂജികൾ പോകുന്നതിന് മുമ്പേ അവിടെ സിറ്റിസൺസ് ആയിട്ട് മാറിയ
അവിടുത്തെ ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള മുസ്ലിംസ് എല്ലാം ചേർന്ന് ശരിക്കും നല്ല രീതിയിലുള്ള ഒരു വയലൻസ് ഗ്ലോബലി ക്രിയേറ്റ് ആവാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.